എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് UPI പേയ്മെൻറ്റുകൾ എന്നതിനെക്കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ലോകം അതിവേഗം ഡിജിറ്റൽ പരമായി വളരുകയാണ്. അപ്പോൾ അതോടൊപ്പം നമ്മുടെ ഇന്ത്യയും വളരുന്നുണ്ട് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണ് UPI പേയ്മെൻറ്റുകളുടെ കണ്ടുപിടുത്തം. UPI പേയ്മെൻറ്റ് എന്ന് വെച്ചാൽ യൂണിഫൈഡ് ഇൻ്റർഫേസ് പേയ്മെൻറ്റ് എന്നതാണ്. അത് ഇന്ത്യയിലാണ് ആദ്യമായി കണ്ടുപിടിക്കുന്നത്. അത് ഇന്ത്യയിൽ കണ്ടുപിടിച്ചതോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യക്ക് വലിയൊരു വളർച്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഈ കൊറോണ കാലഘട്ടത്തിലായിരുന്നു ഇത് ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായത്. അതിന് കാരണമെന്ന് പറയുമ്പോൾ കൊറോണ കാലത്ത് അങ്ങനെ ആർക്കും അടുത്തിടപെടാൻ കഴിയുകയില്ലായിരുന്നു. അപ്പോൾ പണമിടപാടിന് പല കാര്യങ്ങളും സംഭവിച്ചിരുന്നു. അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ സഹായകരമായ ഒന്ന് തന്നെയായിരുന്നു UPI. അത് ഈ എളുപ്പത്തിൽ ഏത് ആൾക്കും പെട്ടെന്ന് പഠിക്കാനും ഉപയോഗിക്കാനും കഴിയുന്ന ഒരു നല്ല കാര്യം തന്നെയായിരുന്നു അത്. നമ്മുടെ 2016 UPI നമ്മുടെ ഇന്ത്യയിൽ കണ്ടുപിടിച്ചത്. അതിൻ്റെ കണ്ടുപിടുത്തത്തോടു കൂടി തന്നെ പണമിടപാട് മേഖലയിൽ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു മാറ്റം തന്നെയാണ് അതുണ്ടാക്കിയത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇന്ത്യ എത്രമാത്രം ഡിജിറ്റലായി വളരുന്നുണ്ട് എന്ന്. അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ എത്രമാത്രം കഴിവുള്ളതാണെന്ന് നമുക്കതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നു. ഇത് ഏറ്റവും കൂടുതൽ എളുപ്പമാക്കിയത് സാധാരണക്കാർക്ക് ഇപ്പോൾ ചെറിയ പണം ഒക്കെ UPI വഴി അയച്ചു കൊടുക്കാനൊക്കെ വളരെ ഉപകാരപ്രദമാകുന്നു. പിന്നീടുള്ളൊരു കാര്യമെന്ന് പറയുമ്പോൾ ഇതിന് പല വെല്ലുവിളികളുമുണ്ട്. നല്ല കാര്യങ്ങൾ ഏറ്റവും കൂടുതലുണ്ടെങ്കിലും പക്ഷേങ്കിൽ കുറച്ച് വെല്ലുവിളികളെങ്കിലും ഇതിനുണ്ടായിരുന്നു. അതിന് കാരണമെന്ന് പറയുമ്പോൾ ചില ഇടങ്ങളിൽ ഇൻ്റർനെറ്റ് ഇല്ലാതിരിക്കാം. അപ്പോൾ ഇത് വർക്കാവുകയില്ല. അപ്പോൾ പിന്നീടുള്ളതെന്ന് പറയുമ്പോൾ ചിലവർക്ക് മൊബൈലിനെ കുറിച്ചോ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടെക്നോളജിയെക്കുറിച്ചോ കൂടുതൽ അറിവൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഉപയോഗിക്കാനും കഴിയുന്നില്ല. ഇങ്ങനെ ചെറിയ പോരായ്മകളെ ഇതിന് ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരും പണം കൈവശം വെച്ച് നടക്കുന്നില്ല. അതിന് കാരണമെന്ന് പറയുന്നത് ഇപ്പോൾ UPI പോലുള്ള ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്പുകൾ വളർന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ, റഷ്യ, കൊറിയ അങ്ങനെ പല രാജ്യങ്ങളിലും ഈ സംവിധാനം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ രംഗത്ത് ഇന്ത്യ ഒന്നാമതാകുമെന്നതിൽ ഒരു സംശയവും ഉണ്ടാവുകയില്ല. അത്രയും നല്ലൊരു ടെക്നോളജി തന്നെയായിരുന്നു ഇത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.